വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ പുതുതായിട്ട് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ സീരീസിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പുതിയ പേരിൽ വന്നിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ പുതുതായിട്ട് ആഡ് ചെയ്ത 0 FIR എന്നുള്ള ഒരു പ്രൊവിഷനെ കുറിച്ചാണ്. ഇത് പഴയ CRPCയിൽ ഉണ്ടായിരുന്നില്ല, എന്നാൽ BNSSൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫെസിലിറ്റിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. സെക്ഷൻ 173 ക്ലോസ് 1 അല്ലെങ്കിൽ സെക്ഷൻ 173 സബ്സെക്ഷൻ 1ലാണ് ഈ 0 FIRകളെ പറ്റിയിട്ട് പറയുന്നത്. BNSSന്റെ സെക്ഷൻ 173 1ലാണ് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത്? സാധാരണ അപ്പൊ CRPC പ്രകാരം എങ്ങനെയാണ്, നമുക്കൊരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സംഭവം നടന്നത് ആ പോലീസ് സ്റ്റേഷന്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിലായിരിക്കണം, അല്ലെ? ഓരോ പോലീസ് സ്റ്റേഷനും ഇത്ര വരെ ഒരു പരിധി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ സംഭവങ്ങൾ മാത്രമേ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതിനെയാണ് നമ്മളിവിടെ വളരെ വിപ്ലവകരമായ ഒരു പ്രൊവിഷനിലൂടെ മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള കംപ്ലൈന്റുകളൊക്കെ പലപ്പോഴും സ്ത്രീകൾക്ക് ഇത് സംഭവിച്ച പോലീസ് സ്റ്റേഷനിൽ എത്താൻ, ഇത് സംഭവിച്ച സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്താനൊന്നും സാധിച്ചു കൊള്ളണമെന്നില്ല. കിഡ്നാപ്പിംഗ്, ഡിറ്റൻഷൻ, അത്തരം കേസുകളിലൊക്കെ. അപ്പൊ എവിടെയാണോ അവർക്ക് സ്ത്രീകൾക്ക് എന്നുള്ളത് ഇന്നില്ല, ആർക്കും എവിടെയാണോ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്താവുന്നത് അവിടെ പോയിട്ട്, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. ജൂറിസ്ഡിക്ഷൻ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. എപ്പോ? അതൊരു കോഗ്നൈസബിൾ ഓഫൻസ് ആണെങ്കിൽ. കോഗ്നൈസബിൾ ഓഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ്. 3 കൂടുതലോ കിട്ടാവുന്ന കുറ്റങ്ങളെയാണ് നമ്മൾ കോഗ്നൈസബിൾ എന്ന്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഓഫൻസസ് ആണ്. അപ്പൊ ഇത് CRPCയിൽ കോഗ്നൈസബിൾ ഓഫൻസസ് ഏതാണ്, നോൺ കോഗ്നൈസബിൾ ഓഫൻസസ് ഏതാണ് എന്നതിനെ പറ്റിയിട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും ഈ കോഗ്നൈസബിൾ ഓഫൻസ് എന്നുള്ളത്. അപ്പൊ കോഗ്നൈസബിൾ ഓഫൻസ് ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഓക്കെ, ഇനി ആർക്കാണ് ഈ കംപ്ലൈന്റ് കൊടുക്കേണ്ടത്? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. സാധാരണ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരിക്കുക. ഇനി അഥവാ സബ് ഇൻസ്പെക്ടർ അവിടെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ആ ചാർജ് കൊടുത്തിരിക്കുന്ന ആർക്കായാലും ഈ കംപ്ലൈന്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കംപ്ലൈന്റ് നമുക്ക് ഓറൽ ആയിട്ട് കൊടുക്കാം, ചെന്ന് പറയുകയാണ്. ഇനിയിപ്പോ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് ഒരു ഇമെയിൽ അയച്ചിട്ടൊക്കെയും ഈ പോലീസ് കംപ്ലൈന്റ് ചെയ്യാമെന്നതാണ് ഈ BNSS കൊണ്ടുവരുന്ന പുതിയൊരു സാധ്യത. അത് നമ്മൾ CRPCയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ BNSS പ്രകാരം നമുക്ക് ഓറലായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം, ഇലക്ട്രോണിക് ആയിട്ടും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ, സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഓറൽ ആയിട്ടാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ കംപ്ലൈന്റ് എഴുതിയെടുക്കുകയും ഈ കംപ്ലൈന്റ് കൊടുത്ത ആളെ കൊണ്ട് അത് സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് സാധാരണ തന്നെ ഒരു FIRന്റെ ഒരു പ്രൊസീജിയർ. FIRനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെയും ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോ സാധാരണ FIRകൾ അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കൊടുത്തത് അവർ എഴുതിയിട്ട് നമ്മളെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടെ പക്ഷെ നമ്മളൊരു സാധ്യത പറയുന്നത് ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ നമ്മളൊരു ഇമെയിൽ അയച്ചിട്ടോ ഒക്കെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 days നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അയച്ച കംപ്ലൈന്റ് അവർ എഴുതി വെക്കുകയും നമ്മളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കുകയും വേണം എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു ഒരു പോലീസ് സ്റ്റേഷനിൽ. ഓക്കെ, ഇനി പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റങ്ങളാണ് ഒരു സ്ത്രീയാണ് ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണതെന്നുണ്ടെങ്കിൽ BNSS പ്രത്യേകം പറയുന്നു, അത് എഴുതിയെടുക്കാൻ ഒരു ലേഡി പോലീസ് ഓഫീസർ തന്നെ വേണം. അപ്പൊ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ ഉണ്ടായിരിക്കണം. ഇനി ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവാം, അതായത് ഇത്തരത്തിലുള്ള അറ്റാക്കുകളുടെ ഫലമായിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ സ്ത്രീ മാനസികമായിട്ടോ
അല്ലെങ്കിൽ ശാരീരികമായിട്ടോ പോലീസ് സ്റ്റേഷൻ വരെ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഈ സ്ത്രീ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ഈ കംപ്ലൈന്റ് റെക്കോർഡ് ചെയ്ത് സൈൻ ചെയ്ത് മേടിക്കണം എന്നാണ് നിയമം. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സിലുള്ളതോ അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ആ സ്ത്രീ എന്താ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഇന്റർപ്രറ്ററോ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ ഉണ്ടായിരിക്കണം എന്നുകൂടി ഇത് നിർബന്ധമായിട്ട് ഈ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല ഇപ്പൊ CRPCയിൽ ഇല്ലാത്ത BNSSൽ കാണുന്ന ഒരു പ്രത്യേക പ്രൊവിഷനാണ് അത്തരത്തിൽ റെക്കോർഡ് ചെയ്യുന്ന കംപ്ലൈന്റുകൾ വീഡിയോഗ്രാഫ് ചെയ്തിരിക്കണം, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഉടൻ തന്നെ പരമാവധി വേഗം തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന കാര്യം റെക്കോർഡ് ചെയ്യണം. ഇത്രയും കമ്പൽസറി ആയിട്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താലും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഇത് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വരിക എന്ന് കണ്ടുപിടിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് ഈ കേസ് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ FIR നമുക്ക് തൊട്ടടുത്ത് ഏറ്റവും സൗകര്യമുള്ള പോലീസ് സ്റ്റേഷനിൽ ഓറലായിട്ടോ ഇലക്ട്രോണിക് മീൻസ് ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് ആ കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് യഥാർത്ഥത്തിൽ അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടേക്ക് മാറ്റുക എന്നത് ആ പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതുവഴി പല കുറ്റങ്ങളും പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള സമയത്തിന്റെ ഇടയിൽ പല കേസുകളിലും തെളിവുകൾ നഷ്ടപ്പെടുക, പല വിക്ടിംസിനും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഈ പുതിയ പ്രൊവിഷൻ 0 FIR എന്നുള്ള പ്രൊവിഷൻ സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വരും കാലങ്ങളിലാണ് നമുക്കത് അതിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 0 FIR എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ്.